അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഇന്ന് നമ്മൾ റാവുത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് ചിക്കനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കനിൽ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ വറുത്തിട്ടും ഉണ്ടാക്കാം, ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കാം, എല്ലാം ഫ്രൈ ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കനിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ചിക്കനിൽ പുരട്ടി വയ്ക്കാൻ നമ്മൾക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ 4 സ്പൂൺ മുളക് പൊടി വേണം. രണ്ട് സ്പൂണ് നമുക്ക് ഉപ്പ് വേണം. ഞാൻ 3 കിലോ ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഇതിൽ ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നമുക്ക് ഈ ചതച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ എല്ലാവരുടെയും ആകത്തക്ക വിധം നമുക്ക് പുരട്ടി വയ്ക്കുക. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾക്ക് ഈ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഈ ചിക്കനെല്ലാം ഓരോരോ വറുത്ത് കോരണം. കുറച്ച് കുറച്ച് ഇട്ട് എണ്ണയിൽ, ഓയിലിലാണ് ഞാൻ ചെയ്യുന്നത്. ഓയിലിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ കൂടുതലായിട്ട് വറുക്കണ്ട, ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ പോലെ. ഒരുപാട് മൊരിയാനും പാടില്ല. ഈ പരുവം മതി നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചിക്കനും വറുത്ത് കോരിയെടുക്കുക. നമ്മൾക്ക് ബിരിയാണി വയ്ക്കാൻ ആവശ്യമായി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഈ അളവാണ് വേണ്ടത്. ഒരു കയ്യിൻ്റെ അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കയ്യിൻ്റെ ഒരു പിടി അളവാണ് 1 കിലോയ്ക്ക്. അങ്ങനെ 3 പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സബോള ഇത് വേണം. ഒരു കിലോയ്ക്ക് 4 സബോള എന്ന കണക്കിൽ 3 കിലോയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാനിൽ നമ്മൾ ഇത് ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ ഇട്ട് നമ്മൾക്ക് ഈ എണ്ണയിലിട്ട് മൂപ്പിച്ച് അതിലേക്ക് സബോള അരിഞ്ഞ് വെച്ച സബോളയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റണം. നല്ല കളറ് മാറുന്ന വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്ന വരെ നമ്മൾക്ക് ഇത് വഴറ്റണം. എന്നാൽ തന്നെ ബിരിയാണിക്ക് കളറ് കിട്ടുകയുള്ളൂ, അതേപോലെ ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇത് ഈ കളറാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതും കുറച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക. അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക്
അതിന് ശേഷമാണ് നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഞാൻ 1 കിലോയ്ക്ക് 4 തക്കാളി തന്നെയാണ് എടുക്കാറ്. അതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പേസ്റ്റ് രൂപത്തിലും ഞാൻ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. അതാണ് ബിരിയാണിക്ക് നല്ല കളർ കിട്ടാനുള്ള ഇത്. അരിഞ്ഞും ഇടാം, ചെറുതായിട്ട് അരിഞ്ഞും ഇടാം. അങ്ങനെ നല്ലപോലെ തക്കാളിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴഞ്ഞ ശേഷമാണ് നമ്മൾക്ക് ഇതിൽ നല്ല പച്ചമണമെല്ലാം മാറിയ ശേഷം ഈ കരണ്ടിയിലേക്ക് ഒരു 4 കരണ്ടി ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 3 സ്പൂണ് മസാലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്, ഗരം മസാലപ്പൊടി. അങ്ങനെ എല്ലാം കൂടി ഇട്ട് നമ്മൾക്ക് നല്ലപോലെ ഈ മുളക് പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കുക. നല്ലപോലെ പച്ചമണം മുളകിൻ്റെ എല്ലാം മാറി നല്ല ഗ്രേവി നല്ലപോലെ ഈ പരുവം ആവുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാവും ഇത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി ശേഷം നമുക്ക് ഉപ്പും മുളകൊക്കെ ഇതിലുണ്ടായെന്ന് നമുക്ക് നോക്കാം. നല്ലപോലെ മിക്സാക്കിയ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ല ഇതും കുറേ യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഈ ചിക്കനിലെ ഈ ഗ്രേവിയെല്ലാം പിടിച്ച് കിട്ടുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് 1 പാത്രം അരിക്ക് നമുക്ക് 2 പാത്രം വെള്ളമാണ് ആവശ്യമുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള 2 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കുക. വെള്ളം തിള വരുമ്പോൾ നമ്മൾക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ട് അരി, അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട ശേഷം നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം നമ്മൾക്ക് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം ഫുള്ളിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഒന്നും കൂടി നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ ടൈമിൽ നമ്മൾക്ക് തീ ഒരുപാട് ഫുള്ളിലിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി തീ. അങ്ങനെ എല്ലാ വെള്ളം നമ്മൾ വറ്റി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾക്ക് ദമ്മിലേക്ക് ഈ പരുവാകുമ്പോൾ ദമ്മിലേക്ക് ഇടുക. അതിനായിട്ട് നെയ്യ് ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് അതിൻ്റെ മുകളിൽ മല്ലിയിലയും മല്ലിയില പുതിനയില എന്നിവ ഇട്ടിട്ട് നമ്മൾക്ക് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇങ്ങനെ അടച്ച് വയ്ക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തീയെല്ലാം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. തീ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ ഇലകളെല്ലാം വാടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇനിയൊരു 15 മിനിറ്റും കൂടി ദമ്മിലേക്ക് ഇരിക്കണം.
അങ്ങനെ എല്ലാവരുടെയും നല്ല ഇതാക്കി ദമ്മിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റും കൂടി നമുക്ക് വയ്ക്കാം. നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള റാവുത്തർ ബിരിയാണി നമുക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. എന്നെയും നിങ്ങളുടെ ഒരു കുടുംബത്തിലത്തെ ഒരു അംഗമായിട്ട് നിങ്ങൾ കരുതിക്കോളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.